ഡോക്ടറെ, ഇപ്പൊ ഈ ചെറുപ്പക്കാർക്ക് ഈ നടുവേദന സാധാരണമായി കാണപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇന്നത്തെ കാലത്ത് നമുക്ക് നടുവേദനയ്ക്ക് ഒരു പ്രായപരിധിയില്ല. അതായത് ഒരു ടീനേജ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ പ്രായപരിധിയിലുള്ള ആൾക്കാർക്കും നടുവേദന സാധാരണമാണ്. ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് നട്ടെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉള്ളത് നമ്മുടെ സ്പൈനൽ ബോൺസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഡിസ്ക്, അതേപോലെ അവിടെയുള്ള മസിൽസ്, ഇതെല്ലാം. ഇവിടെ ഉണ്ടാവുന്ന ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി, ഫ്രാക്ചർ, ഡിസ്കിൻ്റെ പ്രോബ്ലംസ്, അതായത് ബൾജ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നടുവേദന സാധാരണമാണ്. ഇതല്ലാതെ വരുന്ന കാരണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, ഹോർമോണൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വയറിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം നമുക്ക് നടുവേദന സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ നടുവേദന വരാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? നടുവേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പോസ്റ്റ് കറക്റ്റ് അല്ലാത്തത്, നമ്മൾ നിൽക്കുക ഇരിക്കുക എന്ന സമയങ്ങളിൽ നമ്മുടെ പോസ്റ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം ഇരുന്നുള്ള ജോലി ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റ ഇരിപ്പ് ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. ആ ഒരു കണ്ടിന്യൂസ് ഉള്ള ഇരിക്കുന്നുള്ള ജോലി ചെയ്യുന്നവർക്ക് നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് കാൽഷ്യം കുറവ്, അതേപോലെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ കറക്റ്റ് ന്യൂട്രീഷൻ കിട്ടുന്നില്ല, വൈറ്റമിൻ്റെ കുറവ്, അമിതമായിട്ടുള്ള വ്യായാമം അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ്, അതല്ലെങ്കിൽ സ്ട്രെസ്സ്, പിന്നെ ഓവറായിട്ട് വെയിറ്റ് എടുക്കുന്ന ജോലികൾ, ഇതെല്ലാം നടുവേദനയ്ക്കുള്ള കാരണമാണ്. ഈ നടുവേദന വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ആദ്യം നടുവേദന അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല. ചെറിയൊരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അത് ഞങ്ങൾ വിട്ടുകളയും. ഇത് നമ്മൾ പ്രശ്നം കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നടുവേദന വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാലിലോട്ടുള്ള തരിപ്പ്, കാലിന് ബലക്കുറവ്, കയ്യിലോട്ടുള്ള തരിപ്പ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ അതിൻ്റെ കാരണം പറഞ്ഞ് ചികിത്സിക്കേണ്ടതാണ്. ഈ നടുവേദന വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, കറക്റ്റായിട്ടുള്ള പോസ്റ്റർ ഇല്ലാത്തതാണ് നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം. അപ്പം നമ്മൾ എപ്പോഴും പോസ്റ്റർ കറക്റ്റ് ആക്കാൻ നോക്കുക. നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ പോസ്റ്റർ കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അതിന് വളരെയധികം സഹായിക്കുന്നതാണ് യോഗ. യോഗ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവും. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കുക, ബാലൻസ്ഡ് ഡയറ്റിൽ കൊണ്ടുപോവുക, ആവശ്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അമിതമായിട്ടും ചെയ്തത് തീരെ ചെയ്യാതെ ഇരിക്കരുത്. അതിന് ബാലൻസ് നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇത് കൂടാതെ നമ്മുടെ വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെറിയ നടുവേദന വരുമ്പോഴും അതിനെ നിസ്സാരമായി കാണാതെ ഉടൻ തന്നെ കാരണം പറഞ്ഞ് ചികിത്സിക്കുക. ഈ ബോൺ സെറ്റിംഗ് എന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് നടുവേദനയ്ക്ക് മാറ്റം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും നമ്മൾ ബോൺ സെറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ നട്ടെല്ലിലെ എല്ലുകളൊക്കെ കറക്റ്റ് രീതിയിൽ അതിൻ്റെ അലൈൻമെൻറ്റിലാക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ നമുക്ക് ഡിസ്ക് ബൾജ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ ഈ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോർ മസിൽസിന് സ്ട്രെങ്ത് കൂട്ടും, അതേപോലെ എല്ലുകൾക്കുള്ള ഫ്ലെക്സിബിലിറ്റി കൂടും, നമുക്ക് കുനിയാനും നൂരാനുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കൂടാതെ നമ്മളുടെ എല്ലുകൾക്ക് നടുവിനുള്ള നീർക്കെട്ടുകളൊക്കെ മാറുകയും നമ്മുടെ നടുവിനുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും നടുവേദന മാറാനും ബോൺ സെറ്റിംഗ് നല്ല രീതിയിൽ സഹായിക്കും. ഇവിടെ നടുവേദനയ്ക്ക് വരുന്ന പേഷ്യന്റിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്? നമ്മളിവിടെ ശാരദ ഹോസ്പിറ്റലിൽ ഒന്ന് ബോൺ സെറ്റിങ്ങും ആയുർവേദവും കമ്പൈൻ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം ബോൺ സെറ്റിംഗ് ചെയ്ത് ആ അലൈൻമെൻറ്റ്, എല്ലുകളുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഹീലിംഗ് ഫാസ്റ്റ് ആക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഇന്റേർണലി ആയുർവേദ മെഡിസിൻസ് കൊടുക്കുകയും എക്സ്റ്റേണലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊരു റിലീഫ് കിട്ടുകയും ചെയ്യും. ഈ പലരും നടുവേദന എന്ന് പറഞ്ഞ് സർജറി ചെയ്യാറുണ്ട്. അതിപ്പം സേഫ് ആണോ? അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സർജറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സർജറിയിലേക്ക് പോകുന്നത് പെയിൻ കില്ലർ എടുത്തിട്ടും വിട്ടുമാറാത്ത നടുവേദനയാണ്. കയ്യിലും കാലിലോട്ട് തരിപ്പുണ്ട്, വിട്ടുമാറാത്ത തരിപ്പുകളുണ്ട്, വേദനയുണ്ട്, നമുക്ക് ബലക്കുറവ് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ സർജറിയിലേക്ക് പോകുന്നത്. അപ്പം അതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യുന്നതാണ്. നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ പോകുന്നാകുമ്പോൾ തന്നെ നമുക്ക് ഈ തരിപ്പും ഞരമ്പുകളിലുള്ള കംപ്രഷനൊക്കെ മാറി നമുക്ക് ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആവും. പിന്നെ നമ്മൾ സർജറിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നല്ല രീതിയിലല്ല സർജറി കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് ആദ്യം വിട്ടുമാറാത്ത മരവിപ്പ്, കാലേക്കുള്ള മരവിപ്പ്, നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും.
ഈ വണ്ടിയിൽ നിന്നൊക്കെ വീണിട്ടാണ് ഒരു നടുവേദന എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ബോൺ സെറ്റിങ്ങിലൂടെ വല്ലതും മാറ്റാൻ പറ്റുമോ? ഉറപ്പായിട്ടും നമുക്ക് വണ്ടിയിൽ നിന്ന് വീഴുക എന്നങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതും പ്രധാനമായിട്ടും നടുവേദന വരാനുള്ള കാരണം ഒന്നെങ്കിൽ അവിടുത്തെ എല്ലുകൾക്ക് പൊട്ടലോ ചതവുകളോ ഉണ്ടായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരു വീണ് ഇടിയിട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു നടുവേദന വരുന്നത്. അതിന് നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബോൺ സെറ്റിങ്ങും ആയുർവേദവും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ആ വേദന മാറ്റി, നീർക്കെട്ടുകൾ മാറ്റി എല്ലുകൾക്ക് പഴയതിനെക്കാട്ടിലും ബലം കൊണ്ടുവരാൻ സാധിക്കും. സാധാരണമായിട്ട് നടുവേദനയ്ക്ക് പെയിൻ കില്ലർ, നോർമലായിട്ടും ഒരാൾ പെയിൻ കില്ലർ എടുത്ത് അതിനെ സബ്സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് ആ പെയിനും ആ ഇൻഫ്ലമേഷനും കുറഞ്ഞു നിൽക്കും. നമുക്ക് സാധാരണയായിട്ട് നടുവേദന വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പെയിൻ കില്ലർ വാങ്ങിക്കാം, ഒരു ഡോക്ടറെ കണ്ടൊരു പെയിൻ കില്ലർ വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയാനായിട്ടുള്ള ടാബ്ലറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് ആ നടുവിന് അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വരണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. നോർമലായിട്ട് ഇരിക്കുന്ന ഒരു നടുവിന് ഒരിക്കലും ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനോ അവിടെ നീർക്കെട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതറിയാതെ നമ്മൾ പെയിൻ കില്ലറും ഇൻഫ്ലമേഷനുള്ള മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. പക്ഷേ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ വേദനയും ബുദ്ധിമുട്ടുകളും വരും. അപ്പം നമ്മൾ ആയുർവേദത്തിൽ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ഈ ബോണിന് എന്താണോ പറ്റിയിട്ടുള്ളത്, അതിനെന്താണ് ചെറിയ മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ ഒടിവാവാം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജാവാം, ഡീജനറേറ്റീവായിട്ട് കാലക്രമേണയായിട്ടുള്ള വ്യത്യാസങ്ങളാവാം. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞ് അതിനെ കറക്റ്റ് അലൈൻമെൻറ്റിലാക്കിയിട്ട് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ കുറയാനും പെയിൻ കുറയാനും അതേപോലെ തന്നെ കാലോട്ടുള്ള തരിപ്പുണ്ടെങ്കിൽ ആ ഒരു നെർവിൻ്റെ കംപ്രഷൻ കുറയ്ക്കാനും നെർവിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആവാനുമുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറമേ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള കിഴി, അഭ്യംഗം, ധാര അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലുകൾക്ക് ബലം കൂട്ടാനും അവിടുത്തെ മസിൽസിന് ബലം കൂട്ടാനും സഹായിക്കും.